ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ 3-ാമത്തെ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ കൺസേൺ വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ അധികാര വിതരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. പവർ ഈസ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ടു ക്യാരി ഔട്ട് ദെയർ വിൽ ഈവൻ വെൻ ഒപ്പോസ്ഡ് ബൈ അതേഴ്സ്. പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ എതിർപ്പിനെ വകവെക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ല ഒരു സംഘത്തിൻ്റെ ആ ഒരു താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള കഴിവിനെയാണ് അധികാരം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. പവർ ഈസ് എക്സസൈസ്ഡ് ത്രൂ അതോറിറ്റി. ആധിപത്യം, നമ്മൾ ഏതെങ്കിലും ഒരു പദവി അതിൽ നമ്മൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലൂടെയാണ് നാം അധികാരം പ്രയോഗിക്കുന്നത്. പവർ ഈസ് എക്സസൈസ്ഡ് ത്രൂ അതോറിറ്റി. അധികാരം പ്രയോഗിക്കപ്പെടുന്നത് ആധിപത്യത്തിലൂടെയാണ്. പീപ്പിൾ ഇൻ ജനറൽ ആക്സെപ്റ്റ് ദ പവർ ഓഫ് അതോറിറ്റി ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദെയർ കൺട്രോൾ ഈസ് ഫെയർ ആൻഡ് ജസ്റ്റ്. ഒരു അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തി പൊതുവെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്നും അതുപോലെ ന്യായം ചെയ്യുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ ആധിപത്യത്തെ അംഗീകരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺട്രോൾ ദ സൊസൈറ്റി ത്രൂ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പണിഷ് ദ ലോ ബ്രേക്കർ. ഇപ്പോൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിയമത്തിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് സ്റ്റേറ്റ്, രാഷ്ട്രം. രാഷ്ട്രം എന്നാൽ ദ സ്റ്റേറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഏറ്റവും ബേസിക്കായ സ്ഥാപനമാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം. ദ ഫങ്ഷണലിസ്റ്റ് വ്യൂ സേസ് ദാറ്റ് ദ സ്റ്റേറ്റ് റെപ്രസെൻറ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഇവിടെ നിർവഹണവാദികളുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രമെന്നാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും, ഉയർന്നവരുടെയും താഴ്ന്നവരുടെയും വിവിധ ജാതിക്കാരുടെയും താല്പര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രം എന്നുള്ളത് ഏവർക്കും വളരെ അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ്. അക്കോർഡിംഗ് ടു ദ കോൺഫ്ലിക്റ്റ് വ്യൂ, എന്നാൽ എതിര് അഭിപ്രായമാണ് കോൺഫ്ലിക്റ്റ് വ്യൂ ഉള്ളത്. അതായത് വാദികൾ പറയുന്നത് പ്രബല വിഭാഗങ്ങളുടെ താല്പര്യമാണ് രാഷ്ട്രം പ്രതിനിധീകരിക്കുന്നത്. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് പ്രബല വിഭാഗങ്ങളായിരിക്കും. അതായത് പണമുള്ളവരെ, അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരെ, സമൂഹത്തിലെ പ്രബല വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നത്, മറ്റുള്ളവരുടെ അത്ര പരിഗണിക്കാറില്ല എന്നതാണ് കോൺഫ്ലിക്റ്റ് വ്യൂ സംഘർഷവാദികൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് ഫങ്ഷണലിസ്റ്റ് വ്യൂ, അടുത്തത് കോൺഫ്ലിക്റ്റ് വ്യൂ. ഫങ്ഷണലിസ്റ്റ് വ്യൂ പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും താല്പര്യത്തെ പ്രതിനിധീകരിച്ച് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിലകൊള്ളുമ്പോൾ, കോൺഫ്ലിക്റ്റ് വ്യൂ പറയുന്നത് പ്രബല വിഭാഗക്കാരുടെ താല്പര്യത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. ഇനി സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് 4 എലമെൻറ്റ്സ് ഉണ്ട്, 4 ഘടകങ്ങളാണുള്ളത്. 1 പോപ്പുലേഷൻ, 2 ഗവൺമെൻറ്, 3 ടെറിട്ടറി, 4 സോവറിനിറ്റി. അതായത് ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ജനങ്ങളുണ്ടായിരിക്കും, ജനസംഖ്യ ഉണ്ടായിരിക്കും, അവരെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അവർക്കൊരു ഭൂപ്രദേശം, ഒരു അതിർത്തി അല്ലെങ്കിൽ ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് അധികാരമുണ്ടായിരിക്കും, ഭരിക്കുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അങ്ങനെ 4 ഘടകങ്ങളാണ് ഒരു സ്റ്റേറ്റിന് ഉള്ളത്. എന്നാൽ ഇന്ന് ആധുനിക രാഷ്ട്രങ്ങളുടെ ഫീച്ചേഴ്സ് കുറച്ച് വ്യത്യസ്തമാണ്. ദ മോഡേൺ സ്റ്റേറ്റ് ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ട്രഡീഷണൽ സ്റ്റേറ്റ്. ആധുനിക രാഷ്ട്രങ്ങൾ പരമ്പരാഗത രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ നിർവചനം. These states are defined by sovereignty, citizenship, ideas of nationalism. അപ്പോൾ ഇവരുടെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് പരമാധികാരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, അവർക്ക് ഭരിക്കുവാനുള്ള അധികാരം ഉണ്ടായിരിക്കും. 2
പൗരത്വം, അവിടെയുള്ള ജനങ്ങൾക്ക് പൗരാവകാശങ്ങൾ, പൗരത്വം ഉണ്ടായിരിക്കും. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ദേശീയത. ദേശീയത എന്ന് പറയുമ്പോൾ ഒരു നാഷണാലിറ്റി ഫീലിംഗ്, ദേശീയത, ഇവയൊക്കെയാണ് ആധുനിക രാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ. ഇനി സോവേർണിറ്റി എന്ന് പറയുമ്പോൾ സോവേർണിറ്റി മീൻസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെ, അതായത് അവിടെ ഭരിക്കാനുള്ള എല്ലാ അധികാരവും അവിടെയുള്ള ആ വിഭാഗത്തിന് തന്നെയാണ്, ആ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റിന് തന്നെയാണ്. At first, sovereign state was not allowed citizen to engage in political participation. ആദ്യകാലങ്ങളിൽ പൗരന്മാർക്ക് എല്ലാവർക്കും തന്നെ രാഷ്ട്രീയ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അതിലും ഒരു ചെറിയ ഒരു വിഭാഗത്തിന്, ഉയർന്ന വിഭാഗം, പ്രബല വിഭാഗമാകാം, അല്ലെങ്കിൽ പുരുഷൻ മാത്രമാകാം, അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവർക്ക് മാത്രമാകാം. എന്നാൽ പിൽക്കാലത്ത് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, പങ്കാളിത്തം ലഭിക്കുകയാണ് ചെയ്തത്. ദീസ് വെയർ അച്ചീവ് ലാർജ്ലി ത്രൂ സ്ട്രഗിൾസ്. അത് നേടിയെടുക്കുകയാണ്, നിരന്തരമായ സമരങ്ങളിലൂടെയാണ് എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുത്തതും, സ്ത്രീക്കും പുരുഷനും വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിയെടുത്തത്, അതുപോലെ സ്വത്ത് ഇല്ലാത്തവനും വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിയെടുത്തതൊക്കെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ്. ഇനി സിറ്റിസൺഷിപ്പ്, എന്താണ് പൗരത്വം? ദീസ് റൈറ്റ്സ് ഇൻക്ലൂഡ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്. പൗരത്വം എന്ന് പറയുമ്പോൾ അവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹ്യ അവകാശങ്ങൾ, പൗര അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ അവകാശങ്ങളിൽ പെടുന്നു, പൗരത്വ അവകാശങ്ങളിൽ പെടുന്നു. അപ്പോൾ സിവിൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ടു ലീവ് ഇൻ ദർ ചോയ്സ്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള അവകാശം, ഫ്രീഡം ടു റിലീജിയൻ, മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു ഒപ്പീനിയൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, റൈറ്റ് ടു പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ തുല്യനീതിക്കുള്ള അവകാശം, ഇവയെല്ലാം തന്നെ പൗര അവകാശങ്ങളിൽ, സിവിൽ റൈറ്റ്സിൽ പെടുന്നു. ഇനി പൊളിറ്റിക്കൽ റൈറ്റ്സോ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻസ് ആൻഡ് ടു സ്റ്റാൻഡ് ഫോർ പബ്ലിക് ഓഫീസ്. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനും വോട്ട് ചെയ്യാനും പൊതു സ്ഥാനങ്ങളിലേക്ക്, ചില പൊസിഷനിലേക്ക്, ചില പദവിയിലേക്ക് മത്സരിക്കുവാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നു. ഇനി സോഷ്യൽ റൈറ്റ്സ് ആണെങ്കിലോ, ദാറ്റ് മീൻസ് ദ സ്പെഷ്യൽ റൈറ്റ്സ് ഓഫ് എവരി ഇൻഡിവിജ്വൽ. എല്ലാവർക്കുമുള്ള അവകാശം, അത് ഒരു പൗരനാണെങ്കിൽ, ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ അവർക്കുള്ളൊരു സാമൂഹ്യ അവകാശമാണ് എൻജോയ് എ സർട്ടൺ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി. അതായത് ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതി, സുരക്ഷ അവർക്ക് ഉറപ്പു നൽകണം. അത് അവരുടെ അവകാശമാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യ ഭക്ഷണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത്, ആരോഗ്യ പരിപാലനം, അല്ലെങ്കിൽ തൊഴിലില്ലായെങ്കിൽ തൊഴിലില്ലായ്മ വേതനം, അറ്റ്ലീസ്റ്റ് മിനിമം കൂലി, ഇതൊക്കെ അവരുടെ സോഷ്യൽ റൈറ്റ്സ് ആണ്, സാമൂഹ്യ അവകാശങ്ങളാണ്. ഇനി അടുത്തത് നാഷണലിസം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പാണ് നമ്മൾ പറഞ്ഞത്. പൗരന്മാരുടെ 3 അവകാശങ്ങളാണ് ഈ പറഞ്ഞത്: പൗരാവകാശം, രാഷ്ട്രീയ അവകാശം, അതുപോലെ തന്നെ സാമൂഹ്യ അവകാശം. ഇനി നാഷണലിസം എന്നാൽ എന്ത്? ദേശീയത. നമ്മൾ പറഞ്ഞു മോഡേൺ സ്റ്റേറ്റിൻ്റെ ഒരു സവിശേഷതയാണ് നാഷണലിസം എന്ന് പറഞ്ഞു. നാഷണലിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് സിംബൽസ് ആൻഡ് ബിലീഫ്സ്. അതായത് ഒരു രാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ ഒരു ഏക സമുദായം എന്ന ബോധം നൽകുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ദേശീയത എന്ന് പറയുമ്പോൾ അതിനെ നിർവചിക്കാൻ സാധിക്കുക. ഇപ്പോൾ ചിഹ്നങ്ങളെന്ന് പറയുമ്പോൾ നാഷണൽ ഫ്ലാഗ്, അതുപോലെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ കുറച്ച് റൈറ്റ്സ്. വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചില നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചില നമ്മളുടെ ദേശീയത, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില ഐഡിയാസാണ് വിശ്വാസങ്ങൾ. പ്രൊവൈഡിങ് ദ സെൻസ് ഓഫ് ബീയിങ് പാർട്ട് ഓഫ് എ സിംഗിൾ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. ഇതെല്ലാം തന്നെ നമ്മളൊരു കോമൺ ഐഡിയാസും, അതുപോലെ നമ്മളൊരു രാജ്യം എന്നുള്ള ഒരു ബോധമൊക്കെ വരുമ്പോൾ നമ്മളിൽ രാജ്യസ്നേഹം ഉണ്ടാകുന്നു, പേട്രിയോട്ടിസം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഐക്യബോധവും ഉണ്ടാകുന്നു. ദേശീയത എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറഞ്ഞാൽ അതൊരു മോഡേൺ ഫിനോമിനയാണ്. നാഷണലിസം ഈസ് എ മോഡേൺ ഫിനോമിന. ഇറ്റ് കം ഇൻ ടു ബീയിങ് ആസ് എ റിസൾട്ട് ഓഫ് ദ എമർജൻസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്.
അപ്പോൾ ആധുനിക രാഷ്ട്രത്തിൻ്റെ വരവോടെയാണ് ആ ഒരു ആശയത്തോടെയാണ് ദേശീയത എന്നൊരു ചിന്ത ഉണ്ടായത്.